ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു ഒരു യൂട്യൂബ് ചാനൽ. നമ്മൾ കാണിക്കാൻ പോകുന്നത് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു എഗ് ചില്ലിയുടെ റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോ പോകുമ്പോൾ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുന്നുണ്ട് ഓൾ ഓപ്ഷനും കൊടുക്കുക കേട്ടോ. എന്നാൽ മാത്രമാണ് നേടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. അതുപോലെ തന്നെ സ്കിപ്പ് ചെയ്യാൻ കാണാൻ വേണ്ടി ശ്രമിക്കാം. ഇനി നമുക്കത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് 4 എഗ്ഗാണ്. നിങ്ങൾക്കിപ്പം 2 എഗ്ഗ് വെച്ചിട്ടോ 1 എഗ്ഗ് വെച്ചിട്ടൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. അല്ലെങ്കിൽ 5 എഗ്ഗ് വെച്ച് നിങ്ങൾക്ക് എത്രത്തോളം ക്വാണ്ടിറ്റി വേണം അനുസരിച്ചിട്ട് നിങ്ങൾക്ക് എഗ്ഗ് കൂട്ടിയെടുക്കാം കേട്ടോ. ഞാൻ ഇപ്പോൾ 4 എഗ്ഗാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്ക് ഓരോന്നായിട്ട് ഒരു ബൗൾക്ക് പൊട്ടിച്ചിട്ട് കൊടുക്കാം. ഞാൻ അപ്പോൾ അവിടെ 4 എഗ്ഗും പൊട്ടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. ഞാൻ ഇപ്പോൾ ഒരു ഫോർക്ക് വെച്ചിട്ടാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഒരു വിസ്ക് വെച്ചിട്ടൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഏതാ ഈസി വെച്ചാൽ നിങ്ങൾക്ക് അതുപോലെ ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഒന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. എഗ്ഗിലുള്ള ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ബീറ്റ് ചെയ്യുന്നതിന് മുന്നേ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ ഒന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം ഇട്ട് കൊടുത്തത്. എന്നിട്ട് നന്നായിട്ട് പിന്നെയും ഇതേപോലെ തന്നെ ബീറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാ നന്നായിട്ട് ലൂസ് പോലെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാൻ ചൂടാക്കാൻ വെക്കുക. പാൻ ചൂടായതിനു ശേഷം ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഓയിലൊന്ന് ചൂടായതിനു ശേഷം നമ്മളിവിടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന എഗ്ഗില്ലേ അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഒഴിച്ചത് നമ്മൾ അപ്പം തന്നെ മിക്സ് ആക്കരുത്. ഒരു മിനിറ്റ് ഒന്ന് കഴിഞ്ഞതിന് ശേഷം നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. നമുക്ക് ഈ എഗ്ഗ് ഒരുപാട് പൊടി പോലെയല്ല നമുക്ക് കിട്ടുന്നത്. കുറച്ച് വലിയ വലിയ പീസസ് ആയിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇട്ടതും അപ്പം തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണ്ട. നമ്മൾ 1-2 മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം ഇതുപോലെ ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് വലിയ വലിയ പീസസ് ആക്കി കിട്ടും. ഒരുപാട് അങ്ങോട്ട് ചെറിയ പീസസ് ആവണ്ട. ഇപ്പോൾ എന്താ നമ്മളെ എഗ്ഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇനി ഇത് പാനിൽ നിന്ന് എടുത്ത് മാറ്റാം. നമ്മൾ പാനിൽ എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ആ സെയിം പാനിൽ തന്നെ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഓയിൽ ഒഴിച്ചതിന് ശേഷം ഒരു 2 പച്ചമുളക് ഇതേപോലെ വട്ടത്തിൽ അരിഞ്ഞതും ഒരു 4 വെളുത്തുള്ളി ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞതും രണ്ടും ഒരുമിച്ചിട്ട് കൊടുക്കുക കേട്ടോ. അതിട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക. എഗ്ഗ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പി ഉണ്ട് എഗ് ചില്ലി. ഭയങ്കര ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. നമുക്ക് ഏത് റെസിപ്പിയുടെ കൂടെ ആണെങ്കിലും ചോറിൻ്റെ കൂടെ ആണെങ്കിലും ചപ്പാത്തി അപ്പത്തിൻ്റെ കൂടെ ദോശയുടെ കൂടെ ഒക്കെ നമുക്കത് കഴിക്കാൻ പറ്റും കേട്ടോ. ഉണ്ടാക്കാനും പെട്ടെന്ന് ഉണ്ടാക്കി തരുന്ന റെസിപ്പിയാണ്. വെളുത്തുള്ളിയും പച്ചമുളകും ഒന്ന് വാടിയതിന് ശേഷം ഒരു വലിയൊരു സവാള വലുതാക്കിയിട്ട് അരിഞ്ഞതാണ് കേട്ടോ. നമ്മൾ ഗാർലിക് ചിക്കനൊക്കെ അരിയില്ല അതേപോലെ വലുതാക്കിയിട്ട് അരിഞ്ഞതാണ്. നല്ല പൊടിയായിട്ടല്ല അരിഞ്ഞിരിക്കുന്നത്. അതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് ചേർക്കുന്നത് ക്യാപ്സിക്കാണ്. ക്യാപ്സിക്കം നല്ല വലുതാണെങ്കിൽ നിങ്ങൾ എത്ര എഗ്ഗ് എടുത്തിരിക്കുന്ന വെച്ചാൽ അതിനനുസരിച്ച് എടുത്താൽ മതി. ഒന്നെടുക്കുക. ഞാൻ ഇപ്പോൾ ചെറിയൊരു ക്യാപ്സിക്കം ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട്. നല്ല ചെറുതാണ്. അതൊരു ഫുള്ളായിട്ട് തന്നെ എടുത്തിട്ടുണ്ട്. അത് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ക്യാപ്സിക്കം എപ്പോഴും ഒരുപാടാണ്ട് വാടി ഉടയണ്ട. നമ്മൾ ഏത് റെസിപ്പിയിലാണെങ്കിലും ക്യാപ്സിക്കം ചെറുതായിട്ടൊന്ന് കടിക്കുന്ന രീതിയിൽ കിട്ടുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ്. ഒരുപാടാണ്ട് വേവിക്കാൻ പാടില്ല ക്യാപ്സിക്കം. നമ്മളിതാ ഒന്ന് മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് അതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇപ്പോൾ ആദ്യം ചേർക്കുന്നത് ഒരു 2 ടേബിൾ സ്പൂണോളം സോയാ സോസാണ്. സോയാ സോസ് ഒഴിച്ച് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് ചേർക്കാനുള്ളത് ഒരു 1.5 ടേബിൾ സ്പൂണ് ടൊമാറ്റോ കെച്ചപ്പാണ് കേട്ടോ. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് വേണ്ടത് ഹോട്ട് ചില്ലി സോസാണ്. അത് നിർബന്ധമില്ല. നിങ്ങളുടെ കയ്യിൽ സാധാ ചില്ലി സോസ് ഉണ്ടെങ്കിൽ അതിട്ട് കൊടുക്കാം. അതില്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യുക, കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇപ്പം ഉള്ളത് കൊണ്ട് ഹോട്ട് ചില്ലി സോസാണ് ഞാൻ ഇട്ട് കൊടുത്തത്. ചെറിയ നല്ലൊരു സ്പൈസി ആയിട്ട് ഫ്ലേവർ കിട്ടും ഇതാട്ടോ. അപ്പോൾ ഇതാണ് ഇട്ട് കൊടുത്തത്. അത് ചേർക്കാൻ നിർബന്ധമില്ല. അതില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ സോയ സോസും കെച്ചപ്പും ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ അതിന് ശേഷം 1 ടേബിൾ സ്പൂണ് കാശ്മീരി ചില്ലിയാണ് ഇട്ട് കൊടുത്തത്. പിന്നെ നമുക്ക് വേണ്ടത് 1 സ്പൂണ് കുരുമുളക് പൊടി അത് ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ എഗ്ഗിൽ കുറച്ച് ഉപ്പ് നിറച്ച് ചേർത്താണ്. പിന്നെ ഈ ഗ്രേവിക്ക് വേണ്ടി കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം. ഒരുപാട് ഇടണ്ട കേട്ടോ. കുറച്ച് അതിന് മാത്രം ഇട്ട് കൊടുത്താൽ മതി. അതിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. പൊടികളുടെ പച്ചമണമൊക്കെ മാറുന്ന പോലെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടത്. നമ്മൾ എഗ്ഗ് എപ്പോഴും മുട്ടക്കറിയും അതുപോലെ തന്നെ ഓംലേറ്റ് കഴിക്കാൻ പകരം ഇടയ്ക്ക് ഇതുപോലെ ഉണ്ടാക്കിയാൽ നല്ലൊരു ടേസ്റ്റാണ്. ഏത് റെസിപ്പിയുടെ കൂടെ കഴിക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ കുറച്ച് ഗ്രേവിക്ക് വേണ്ടിയിട്ട് ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് ഒഴിക്കണ്ട, ഒരു 1/4 ഗ്ലാസ് വെള്ളം. അതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്കിവിടെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഓംലേറ്റ് ഇല്ലേ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ചെറുതായിട്ട് ഇങ്ങനെ തിളച്ച് വരും. ആ സമയത്ത് നമുക്കിവിടെ റെഡിയാക്കി വെച്ച എഗ്ഗ് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഗീ റൈസിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അത്. അപ്പോൾ എഗ്ഗ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാം. ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും ഒരു ഇതൊക്കെ വീട്ടിൽ നമ്മളെപ്പോഴും ഉണ്ടാവുന്നതാണ് ഇതിൽ ചേർത്ത എല്ലാ ഇൻഗ്രീഡിയൻസും. അപ്പോൾ ഉണ്ടാക്കാൻ എളുപ്പമാണ്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എഗ്ഗ് ചില്ലി ഇവിടെ റെഡി ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഗ്രേവി ഒന്ന് വറ്റി അത് വന്ന് ആ എഗ്ഗുമ്മൊക്കെ ഒന്ന് പറ്റി പിടിച്ച് ഒന്ന് സെറ്റാവുന്ന വരെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ
റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എപ്പോഴും എഗ്ഗ് വീട്ടിലുണ്ടാവണതല്ലേ. അപ്പോൾ വെറൈറ്റി ആയിട്ടുള്ള നല്ല അടിപൊളി ടേസ്റ്റുള്ള എഗ് ചില്ലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ എഗ് ചില്ലി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിടാം. അപ്പോൾ അടിപൊളിയായിട്ടുള്ള എഗ് ചില്ലി റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഏത് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ ആണെങ്കിലും ലഞ്ചിൻ്റെ കൂടെ ആണെങ്കിലൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ്. വെറുതെ വേണമെങ്കിൽ നമുക്ക് ഇത് കഴിക്കാം. ഇത് ക്യാപ്സിക്കും ആ എഗ്ഗും കൂടി കഴിക്കും നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അത്ര നമ്മുടെ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് മറക്കരുത്. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.